നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൗനരാഗം സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് സരയു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ടെറസിൻ്റെ മേലിൽ നിന്നിട്ട് താഴോട്ട് ഇടാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ സരയുവിനെ കാണുന്നില്ല. അപ്പോൾ സരയുവിനെ പിന്നീട് കാണുന്നു. അപ്പോൾ സരയുന്ന് കിരൺ ഉറക്കെ പിടിക്കുന്നു, അടുത്ത് വരുന്നത് ഞാനിപ്പോൾ കൊച്ചിനെ കൊല്ലും എന്ന് പറയുന്നു. പക്ഷെ അവർ ഓടി വന്നിട്ട് അവളെ പിടിക്കുന്നു, കൊച്ചിനെ രക്ഷിച്ച് അപ്പോൾ അവരെ എല്ലാം തള്ളാൻ ശ്രമിക്കുന്നു. അമ്മേനെ തള്ളിയിടുന്നു. പിന്നെ കല്യാണിയെ മുഖത്ത് സരിക അടിക്കുന്നു. പിന്നെ കിരൺ ഒന്നും നോക്കിയില്ല, അവളെ പിടിച്ചിട്ട് താഴോട്ട് എറിയുന്നു, താഴോട്ട് വലിച്ചിടുന്നു. ടെറസിൽ തന്നെ വലിച്ചിടുന്നു. പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു. പിന്നെ അനക്കമില്ല. അപ്പോൾ പിന്നെ കിരൺ പറഞ്ഞു, ഇവിടെ സമനില തെറ്റിന്ന് തോന്നുന്നു എന്ന് പറയുന്നു. നമുക്ക് ആശുപത്രി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചെല്ലുന്നു. സോ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെന്നിട്ട് ആ ഒരു സീനാണ് കാണിക്കുന്നത്. ആശുപത്രി ചെന്ന് ഡോക്ടർമാർ പരിശോധിക്കുന്നു, സിസ്റ്റേഴ്സ് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബോധം ഇല്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ബോധം വന്നു കഴിയുമ്പോഴേക്കും ചോദിക്കുക, ഡോക്ടർ പറയുന്നു പേടിക്കണ്ട, എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തി എന്ന് പറയുന്നു. അപ്പോൾ ഇവൾ സരയു ഡോക്ടറുടെ കോമയ്ക്ക് കയറി പിടിച്ചിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്നിട്ട് അവിടുന്ന് കൂടി രക്ഷപ്പെടുകയാണ്. അവരെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പിന്നെ അവിടെ പിടിക്കാൻ വന്ന സെക്യൂരിറ്റീനെയും കമ്പൗണ്ടറെയും ഒക്കെ എറിയുന്നു. അപ്പോൾ കിരണും അമ്മയും കല്യാണിക്ക് അവിടെ ഇരിപ്പുണ്ട്. അവരെ കടത്തിവിട്ട് ഓടുകയാണ്. അപ്പോൾ വഴി അവർ രണ്ടുപേര് രണ്ട് ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ അവളുടെ കയ്യിൽ അവിടെ ഇരുന്ന നിലത്തെ കമ്പി കൊണ്ടൊക്കെ അടിക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ എങ്ങനെയോ കിരണൊക്കെ വന്ന് ഇവിടെ പിടിച്ച് ട്രാക്കിലാക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ഷോക്ക് അടിപ്പിക്കുന്നു. സോ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതിനുശേഷം കിരൺ വന്നിട്ട് നമ്മുടെ അമ്മയോട് പറയുന്നു, നിങ്ങളൊരു കാരണമില്ല നിങ്ങളുടെ കെട്ടിയനെ ഇവിടെ ഷോക്ക് അടിപ്പിച്ചില്ലായിരുന്നു, ഇപ്പോൾ താണ്ട് കിടക്കുന്ന മോള് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ റെഡിയാകുന്നു. പിന്നെ മറ്റവൻ എന്തായാലും അനുഭവിക്കേണ്ടതാണ്. എന്തായാലും ഇവളുടെ കൈ കൊണ്ട് തന്നെ അനുഭവിച്ചു വലിയ കാര്യമായി, എന്തായാലും അനുഭവിച്ചേ മതിയാവൂ എന്നങ്ങനെ പറയുന്നു. പിന്നെ കുറേയൊക്കെ തെറ്റൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ ഇതൊക്കെ അനുഭവിക്കണം. ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അവളുടെ സ്വഭാവം കഴിഞ്ഞ് നേരെ പിന്നെ വരാനല്ല പ്ലാനില്ലെങ്കിൽ പിള്ളേർ ഈ അനുഭവിക്കുമെന്ന് പറയുന്നു. അപ്പോൾ മറ്റേ അമ്മ ആൻറ്റി പറയുന്നു, മോനെ പഴയതൊന്നും മനസ്സിൽ വെച്ച് ചിന്തിച്ചുകൊണ്ട് അവൾക്ക് ചികിത്സ കൊടുക്കാതിരിക്കല്ലേ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു, നിങ്ങൾക്ക് സരയുവിനെ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാത്തതിൻ്റെ ഉള്ള അമർഷമുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാനെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അവൾക്ക് പകരം കിടക്കേണ്ടത് ഞാനായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു സീൻ കഴിയുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇനി നിങ്ങളുടെ കെട്ടിയവനുണ്ടല്ലോ, ഇനി അവൻ എന്തായാലും ജയിലിലേക്ക് പോകാനുള്ളവനാണ്, അവനത് ആവശ്യമാണ്. പക്ഷെ അവനങ്ങനെ പോയാൽ ജയിലിൽ അവന് പോകേണ്ടതാണ് എന്ന് പറഞ്ഞു, ഞാൻ പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. സോ ആ സീനാണ് കാണിക്കുന്നത്. അതിന് ശേഷം പിന്നെ കാണിക്കുന്ന വീട്ടിലെ സീനാണ്. വീട്ടിൽ അമ്മയും കിരണും പിന്നെ കല്യാണിയുടെ അമ്മയും കല്യാണിയൊക്കെ സംസാരിക്കുന്ന കാര്യമാണ്. അപ്പോൾ കൊച്ചിന് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കുറേ കാര്യങ്ങളാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റൽ സീനാണ്. ഹോസ്പിറ്റൽ സീനിൽ വന്നിട്ട് കിരൺ വന്നിട്ട് മനുവിനെ നോക്കുന്നു. നോക്കിയിട്ട് എടാ എന്ന് വിളിക്കുന്നു. വിളിച്ച് കഴിയുമ്പോഴേക്കും പുള്ളി ബോധം കണ്ണു നടക്കുന്നു. അപ്പോൾ നിനക്ക് പാതി ബോധം ഉണ്ടല്ലേ എന്ന് പറയുന്നു. നീ ചെയ്യുന്നതെല്ലാം നിനക്ക് അവൾ തന്നെ ശിക്ഷ തന്നല്ലോ എന്ന് പറഞ്ഞു. എന്നെ കൊന്നു കളഞ്ഞേക്കാൻ മേലായിരുന്നു എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ പറയുന്നു. അപ്പോൾ അങ്ങനെ മതിയാവും,
നിനക്ക് ജയിലിലേക്ക് തന്നെ പോകണമെങ്കിലും നീ ചെയ്തതിനൊക്കെ അനുഭവിക്കത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ആരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നീ ചെയ്തതിന് കണക്കില്ല, നീ അനുഭവിക്കേണ്ടതിരിക്കുന്നതിനോട് നീ ഇത് നിനക്കൊരു സാമ്പിൾ ഡോസ് മാത്രമാണ്, എന്തായാലും അത് അവളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞു. പക്ഷെ നീ എഴുന്നേറ്റ് ജീവനോടെ വരണം, വന്നിട്ട് വേണം നീ അനുഭവിക്കാനായിട്ട്, അല്ലാതെ നിന്നെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൾ ചെയ്തത് ശരി തന്നെയാണ്, കഴുത്തിരിച്ച് കൊല്ലേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അത് തന്നെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ എന്നെ കൊന്നുകൂടെ എന്ന് ചോദിച്ചു. എന്തിനെ ഞാൻ കൊന്നിട്ട് എനിക്കെന്ത് പ്രയോജനം, ഞാൻ ജയിലിൽ പോകാനോ, ഒരു കാര്യമില്ലാതെ എന്ന് പറഞ്ഞിട്ട് ആ സീനോട് അവസാനിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി നമ്മുടെ കിരൺ കാണുകയാണ്. കിരൺ ഡോക്ടറെ കാണുമ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് കുറച്ച് സീരിയസ് ആണ്. പിന്നെ ഇപ്പോൾ ഡോക്ടറോട് കിരൺ പറയുന്നുണ്ട്, ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാര്യം പറഞ്ഞല്ലോ എന്ന്. ഞാൻ ഇവന് 1 2 അല്ല 100 ഭാര്യമാർ കാണും, 100 പെണ്ണുങ്ങൾ കാണും എന്ന് പറഞ്ഞു. ഓരോരുത്തൻ ഭൂമിയിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇവൻ്റെ ഒരു ഹിസ്റ്ററി ഭയങ്കരം തന്നെയാണെന്ന് ഡോക്ടറും പറഞ്ഞു. എന്നിട്ട് എന്തായാലും ഫോണിൽ ആരാണ്ടൊക്കെ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ഫോൺ മേടിച്ചോണ്ട് ഡോക്ടറോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഫോണിൽ തിരിച്ചു വിളിക്കും വേറെ ആരുമല്ല, നമ്മുടെ മറിയയാണ്. മറിയോട് പറയുന്നു, ഞാൻ കിരണിൻ്റെല്ലാം എൻ്റെ കൂട്ടുകാരനാണ്, സോ അവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാം, ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണ്, ഞാൻ മനുവായിട്ട് അങ്ങോട്ട് വരാം എന്ന് പറയുന്നത്. മനുവായിട്ട് അപ്പോൾ കല്യാണീനെ ഹോട്ടീന് നമ്മുടെ കിരൺ വിളിക്കുന്നു. അങ്ങനെ കല്യാണിയും കിരണും കൂടെ ചെന്ന് ഹോട്ടൽ റൂമിലേക്ക് ചെല്ലുന്നു. ഹോട്ടൽ റൂമിൽ ചെല്ലുമ്പോൾ സീരിയൽ അവിടെ തീരുകയാണ്. ഓക്കെ.